കരഞ്ഞു തളർന്നുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് രേഖ രതീഷിൻ്റെതായിട്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി പേരാണ് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ തന്നെയും തിരക്കിക്കൊണ്ടും രംഗത്തെത്തിയത്. സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ രേഖ രതീഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പങ്കിട്ടത്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് കാരണം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം ഇവയായിരിക്കുമെന്നുമാണ് നടി വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. 9 മാസമായി ജോലിയില്ലാതെ താൻ ഫ്ലാറ്റിൽ കഴിയുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. എനിക്കെന്റെ കുഞ്ഞിന് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇത്രയും മാനസിക സമ്മർദ്ദം എനിക്ക് താങ്ങാനാവുന്നില്ല. ഇത്തരം ആക്രമണങ്ങളുടെ ഫലമായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകുന്നുണ്ട്. മകനു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ട് ഇനിയും എന്നെ ഇങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചഴിക്കരുത്. പല യൂട്യൂബേഴ്സും കാരണം മുന്നോട്ട് ജീവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. മാനസികമായ സമ്മർദ്ദം കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം എന്നെ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കും. അത് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്. എന്നെ മാത്രമല്ല, ഇതേ ഫീൽഡിൽ നിരവധി പേര് ഇതുപോലെ അവമാനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരെ ചൂഷണം ചെയ്യുകയാണിവർ. ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നും കൂടെയാണ് രേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച കുറിപ്പ്. അഭിനയത്തിലും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന രേഖ രതീഷ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് തന്റെ പുത്തൻ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത്. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വേദനയും നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങളും എനിക്ക് മുന്നിലുണ്ടായിരുന്നു. ഇനി വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനമാണ്. ഇതായിരുന്നു രേഖ രതീഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നടനും കൂടിയായ ഈശ്വറുമായുള്ള വീഡിയോ ആയിരുന്നു അത്. എ ന്യൂ ചാപ്റ്റർ എന്നും കൂടിയാണ് തലക്കെട്ട് കൊടുത്തത്. ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള വാർത്തകളായിരുന്നു ഒട്ടും വൈകാതെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നത്. പിന്നാലെ രേഖ രതീഷ് വീണ്ടും വിവാഹിതയാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും പറഞ്ഞുകൊണ്ടും നിരവധി ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിലൊന്നും രേഖ രതീഷ് ഒന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ തനിക്കെതിരെ വരുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് രേഖ രതീഷ്. ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ദുഃഖം പങ്കുവച്ചുകൊണ്ട് താരം എത്തിയത്. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് രേഖ രതീഷ്. രേഖ രതീഷിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്.